മൂന്നാമത്തെ തലം എന്ന് പറയുന്നത് ക്രിയാശക്തി തലമാണ്. അപ്പോൾ ക്രിയാശക്തി തലവുമായി ബന്ധപ്പെട്ട് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ, എല്ലാവരും ഇന്ന് ലോകം മൊത്തം പറയുന്ന ഒരു വാക്കാണ് ലോ ഓഫ് അട്രാക്ഷൻ. വിജയിച്ചിട്ടുള്ള ബഹുഭൂരിപക്ഷം 99.9% ആൾക്കാരും ലോ ഓഫ് അട്രാക്ഷനെ വിശ്വസിക്കുന്നതാണ്. അതായത് നമ്മൾ ആത്മാർത്ഥമായി ഏതൊരു കാര്യം ആഗ്രഹിച്ചാലും നമ്മളിലേക്ക് അത് എത്തും എന്ന്. അതുകൊണ്ട് തന്നെ ലോ ഓഫ് അട്രാക്ഷൻ നിരവധി ക്ലാസ്സുകളുണ്ട്. ഇവിടെ ഈ ക്രിയാശക്തി തലം എങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതിന് ആ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നതിന് ഈ സ്മൃതി തലവും ശരീര നിയന്ത്രണ തലവും എന്തെങ്കിലും പങ്ക് വഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞ് നമ്മൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലോ ഓഫ് അട്രാക്ഷനൊക്കെ നമുക്ക് വർക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ സ്മൃതി തലത്തിൽ കിടക്കുന്ന പരാജയബോധം ഒരിക്കലും നമ്മളെ ശരിയായിട്ടുള്ളൊരു സ്വപ്നം കാണാനായിട്ട് അനുവദിക്കത്തില്ല. നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവും ഒരുപക്ഷെ, പക്ഷെ ആ ആഗ്രഹങ്ങൾ എന്താവില്ല, ആഗ്രഹങ്ങളെ ഒരു ശരിയായ രീതിയിലേക്ക് വിശ്വാസപ്രകാരം അല്ലെങ്കിൽ നമ്മളൊരു പൂർണ്ണമായ വിശ്വാസത്തിലേക്ക് എത്തില്ല. കാരണം സ്മൃതിതലത്തിൽ പരാജയങ്ങളെ കൂടുതൽ കൂട്ടുപിടിച്ചിരിക്കുന്നുണ്ട്. സ്മൃതിതലത്തിൽ പരാജയത്തിൻ്റെ ഫീലിങ്സും ഇമാജിനേഷനും നിർത്തിയിരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഈ നമ്മുടെ ക്രിയാശക്തി തലം എന്ന് പറയുന്ന ഒരു കാന്തിക സ്വഭാവമുള്ള തലമാണ്. ഇവിടെയാണ് ലോ ഓഫ് അട്രാക്ഷൻ, നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും നടക്കുന്നൊരു ഏരിയ. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കും എന്നാണ് നമ്മൾ സാധാരണ പറയുക. പക്ഷെ സത്യത്തിൽ അതല്ല. നമ്മൾ ഫീൽ ചെയ്യുന്നത് എന്താണോ, ഇമാജിനേഷൻ ചെയ്യുന്നത് എന്താണോ അതാണ് നടക്കുന്നത്. നമ്മൾ വിജയത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുമെങ്കിലും പരാജയത്തെക്കുറിച്ചൊരല്പം ചിന്തിക്കുന്നെങ്കിൽ അതിൽ വിജയത്തിൽ നമ്മൾ ഫീലിങ്സും ഇമാജിനേഷനും ഇട്ടതിനേക്കാൾ കൂടുതൽ അല്പം ചിന്തിക്കുന്ന പരാജയത്തെക്കുറിച്ചാണ് നമ്മൾ ഫീലിങ്സ് ഇമാജിനേഷനും കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പരാജയത്തിലേക്ക് പോകും. കാരണം ക്രിയാശക്തി തലം എന്ന് പറയുന്നത് തീർച്ചയായും നമ്മൾ എന്ത് ആണോ അറിയാൻ അല്ലെങ്കിൽ എന്താണോ നമ്മൾ ഫീൽ ചെയ്യും ഇമാജിനേഷൻ ചെയ്യുന്നത് അവിടെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നലകളുടെ ചിന്തകളുടെ ബാക്കിയാണ് നമ്മൾ ഇന്ന് വന്ന് നിൽക്കുന്നത്. ഏത് വഴിക്ക് നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ അത് ഏറ്റവും നല്ല, നമ്മൾ ഏറ്റവും ലോകത്തെ ഏറ്റവും വലിയ കൊടുമുടി കീഴടക്കാനും നമ്മൾ ആഗ്രഹിച്ചാൽ കൃത്യമായിട്ടും നമ്മളത് ഫീൽ ചെയ്താൽ, നമ്മളത് എക്സ്പീരിയൻസ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ക്രിയാശക്തി തലം കൊണ്ടുപോകും. നമ്മളെ ഏറ്റവും കൂടുതൽ വെറുക്കുകയും നമ്മളെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും നമ്മൾ സ്വയം ഇവിടെ നിന്ന് ഇല്ലാതാവാൻ ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മളെ ഇവിടെ നിന്ന് ഈ ഭൂമിയിൽ നിന്നേ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനവും നമ്മുടെ ഉള്ളിലുള്ള ഈ ക്രിയാശക്തി തലം വർക്ക് ചെയ്യും എന്നുള്ളതാണ്.